മഴക്കാലത്ത് നമ്മൾ എല്ലാ ദിവസവും കുടിക്കുന്ന ജലം ശുദ്ധമാണോ അല്ലയോ എന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജലസ്രോതസ്സുകളിൽ നിന്നും മറ്റും നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കൾക്ക് എളുപ്പത്തിൽ കടന്നു കയറാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടുന്ന രോഗാണുക്കളിൽ പ്രധാനിയാണ് കോളറ. വൈബ്രിയോ കോളറെ എന്ന ബാക്ടീരിയ ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. കോളറ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് 3 മണിക്കൂറുകൾ മുതൽ 5 ദിവസങ്ങൾക്കുള്ളിൽ നാം അസുഖബാധിതരാകും. മലിനമായ ജലസ്രോതസ്സുകളിൽ നിന്നും ഭക്ഷണങ്ങളിൽ നിന്നുമാണ് കോളറ പകരുന്നത്. കോളറ രോഗം ബാധിച്ചവരിൽ 75% പേരും രോഗലക്ഷണങ്ങൾ കാണിക്കാറില്ല. എന്നാൽ ബാക്കിയുള്ള 25% മുതൽ 30% വരെയുള്ള ആളുകളിൽ ഛർദിയും വയറിളക്കവും കാണപ്പെടുന്നു. കോളറ ബാധിതരിൽ നിർജ്ജലീകരണം മൂലമുള്ള സങ്കീർണതകളും മരണങ്ങളും സംഭവിക്കുന്നതാണ് ഈ രോഗത്തെ ഇത്രയേറെ പ്രശ്നക്കാരനാക്കുന്നത്. കോളറ ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നാം ഉടനെ തന്നെ അടുത്തുള്ള രോഗാരോഗ്യ കേന്ദ്രവുമായോ അല്ലെങ്കിൽ ആശാവർക്കറുമായോ ബന്ധപ്പെടേണ്ടതാണ്. നിർജ്ജലീകരണം ഒഴിവാക്കുകയാണ് കോളറയുടെ പ്രധാന പ്രതിരോധ മാർഗം. ORS ലായനിയാണ് ഇതിന് ഏറ്റവും ഉത്തമം. ഗൃഹപാനീയങ്ങളായ ഉപ്പിട്ട കഞ്ഞിവെള്ളം, മോരിൻ വെള്ളം, കരിക്കിൻ വെള്ളം എന്നിവയും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ചുറ്റുപാട് വൃത്തിയായി സൂക്ഷിക്കുക, ഭക്ഷണ ശുചിത്വം പാലിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ മാത്രം കഴുകി ഉപയോഗിക്കുക. കോളറ ബാധിത പ്രദേശങ്ങളിൽ കിണറുകൾ ക്ലോറിനേഷനു പുറമെ സൂപ്പർ ക്ലോറിനേഷൻ കൂടെ നടത്തുക, ഈച്ചകൾ പെരുകുന്നത് തടയുക, തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക എന്നിവയാണ് കോളറയുടെ പ്രധാന പ്രതിരോധ മാർഗങ്ങൾ. ഇപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആരോഗ്യപൂർണമായ ജീവിതം നമുക്ക് നയിക്കാം. എല്ലാവർക്കും നന്ദി.